ഡോക്ടർ റോയ് CJയുടെ മരണത്തിന് പിന്നിൽ വർഷങ്ങളായി അദ്ദേഹത്തിന് അറിയാവുന്ന, അദ്ദേഹത്തിൻ്റെ ഒരു സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ജീവനക്കാരൻ തന്നെയാണോ? ഒരുപാട് ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പുതിയ ഒരു വിവരം കിട്ടിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം 3 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരുന്നത്. 3:15 അദ്ദേഹത്തിൻ്റെ തോക്കിൽ നിന്ന് നിറയൊഴിച്ച് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. നിറയൊഴിച്ച് അദ്ദേഹം സ്വയം മരിച്ചതാണോ അതോ അദ്ദേഹത്തിൻ്റെ തോക്ക് ഉപയോഗിച്ച് ആരെങ്കിലും 3:15 അദ്ദേഹത്തെ ഇല്ലാതാക്കിയതാണോ? വെറും 15 മിനിറ്റ് ആ ഓഫീസിലെത്തി 15-ാം നിമിഷം അദ്ദേഹം ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹത്തിനെ ഒരു രീതിയിലും IT ഉദ്യോഗസ്ഥർ ശല്യം ചെയ്തിട്ടില്ല, മാനസികമായിട്ട് തളർത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ അദ്ദേഹത്തെ ഇല്ലാതെയാക്കാൻ ആരും ഇല്ല, അതായത് അദ്ദേഹത്തിന് ശത്രുക്കളൊന്നുമില്ല എന്നാണ് കുടുംബവും ഒക്കെ പറയുന്നത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ ബാക്കിയുള്ള ജീവനക്കാരും എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ആരൊക്കെയോ ഇവിടെ കള്ളം പറയുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. എല്ലാം വിശദമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ഒരു ഡോക്ടർ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഡോക്ടർ റോയ് 2ാം വിവാഹിതനാണ്. ഇപ്പോൾ ഉള്ള ഭാര്യ അവരെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇന്നലെയൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തു, നിങ്ങളും കുറേയൊക്കെ കണ്ടു കാണും. അതിലേക്കൊക്കെ നമുക്ക് പോകാം. അതിനു മുമ്പ് ഈ ഒരു വാർത്ത, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചെറിയ ന്യൂസ് നിങ്ങളൊന്ന് കാണൂ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJയുടെ മരണത്തിൽ ജീവനക്കാരുടെ വാദം തള്ളി പ്രത്യേക അന്വേഷണ സംഘം. വെള്ളിയാഴ്ച IT റെയ്ഡ് നടന്നിട്ടില്ല, ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിട്ടില്ല എന്നും പോലീസ്. കേരളത്തിൽ നിന്നുള്ള ആദായനികുതി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. ഇന്നലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. 1 മണിക്കൂറോളം ആദായ നികുതി വകുപ്പ് ഡോക്ടർ റോയ് CJയെ ചോദ്യം ചെയ്തുവെന്നായിരുന്നു ജീവനക്കാരുടെ മൊഴി. എന്നാൽ പോലീസ് ഇത് നിരാകരിച്ചു. 3 മണിയോടെയാണ് ഡോക്ടർ റോയ് ഓഫീസിലെത്തിയത്. സ്വന്തം മുറിയിലേക്ക് പോയി വെടിയുതിർക്കുകയായിരുന്നു. ആദായ നികുതി ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിട്ടില്ല എന്നും പോലീസ് പറയുന്നു. വെള്ളിയാഴ്ച IT റെയ്ഡ് നടന്നിട്ടില്ല. നേരത്തെ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത സീൽ ചെയ്ത് സൂക്ഷിച്ച ഫയലുകൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്തത്. IT ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തുവെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. ഇതിനുശേഷമാണ് പ്രാഥമിക റിപ്പോർട്ട്. CCTV വിഷ്വൽസ് പരിശോധിച്ചു. അതിൽ നിന്നാണ് വ്യക്തമായത് അദ്ദേഹം 3 മണിക്കാണ് ആ ഒരു കോമ്പൗണ്ടിലേക്ക് വന്ന് കയറുന്നത്, ആ ഒരു ഓഫീസിലേക്ക് എത്തുന്നത്. 3:15 അദ്ദേഹം നേരെ നിറയൊഴിച്ചു അദ്ദേഹത്തിൻ്റെ തൂക്കിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് എന്നാണ് പറയപ്പെടുന്നത്. അതിലും ഇനി ഒരുപാട് സംശയങ്ങൾ വരും, മനസ്സിലായില്ലേ? കാരണം പ്രത്യേകിച്ച് എല്ലാവർക്കും, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരുപാട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD ഒരുപാട് കോൺഫിഡൻ്റ് ഉള്ള ഒരു മനുഷ്യനാണെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു പുള്ളിക്ക്. അങ്ങനെ ഒരു വ്യക്തി, ഒരു റെയ്ഡ് നടന്നു, മനസ്സിലായോ? റെയ്ഡൊന്നും പറയാൻ പറ്റില്ല, അവിടെ റെയ്ഡ് നടന്നില്ല എന്നാണ് പറയുന്നത്. ചില ഡോക്യുമെൻറ്റ്സ് അവിടുന്ന് ഈ IT ഉദ്യോഗസ്ഥർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ അവരോട് കൊണ്ടുപോയത് എന്നാണ് പറയപ്പെടുന്നത്. സോ ആ ഡോക്യുമെൻറ്റ്സ്, അവരെടുത്ത ഡോക്യുമെൻറ്റ്സിനകത്ത് എന്താണ് ശരിക്കും ഉള്ളത്? അതാണ് ആദ്യത്തെ ചോദ്യം. നമ്മളിപ്പോൾ വേറെ കുറേ കഥകൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിനെ പറ്റിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന അനധികൃതമായിട്ടുള്ള പണത്തെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സംസാരങ്ങൾ ഞാൻ തന്നെ അതിനെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതാണ്, ചൂണ്ടിക്കാണിച്ചതാണ്. പല സോഴ്സുകളില്ല. ചില ചോദ്യങ്ങൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴത്തേക്ക് ആ പണത്തിൻ്റെ സോഴ്സ് അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റുന്നില്ല. എവിടുന്ന് വന്നു, ഏത് രാജ്യത്ത് നിന്ന് വന്നു, എന്തിനു വന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ നിന്നുപോയി. സോ ഇനി മുന്നോട്ട് പോയാൽ ഒരു ചോദ്യം, ഇനി വലിയ ഒരു ചോദ്യം വന്നാൽ അതിന് ഉത്തരം പറയാൻ പറ്റാതെ ആകെ നാണക്കേടുണ്ടാകും എന്ന് തോന്നിയിട്ട് അദ്ദേഹം സ്വയം
ചെയ്തതാണോ, അതോ അദ്ദേഹത്തിൻ്റെ ആ ഓഫീസിലുള്ള ആരെങ്കിലും തന്നെ തക്ക സമയം നോക്കി, ഈ സമയത്താണെങ്കിൽ അദ്ദേഹം ഒരു IT റെയ്ഡിൻ്റെ പുറത്ത് ഇങ്ങനെ സ്വയം തീർന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞ് പരത്താമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ആക്കി മാറ്റാമല്ലോ, ആ ഒരു സാഹചര്യം മുതലെടുത്ത് ആരെങ്കിലും ഇത്രയും കോൺഫിഡൻസ് ഉള്ള ഒരു കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എം ഡി അങ്ങനെ തന്നെ പറയണം, അദ്ദേഹത്തെ ഇല്ലാതാക്കിയതാണോ? നിങ്ങൾക്ക് തോന്നുന്നില്ല ഇപ്പം സംശയം? എനിക്കിപ്പോൾ സംശയം തോന്നി തുടങ്ങി. പ്രത്യേകിച്ച് ഈ ഈ ഈ എന്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും അല്ലെങ്കിൽ അവിടെ ആ ഒരു ഓഫീസിൽ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് കണക്ക് മണിക്കൂറുകളോളം പുള്ളിയെ ചോദ്യം ചെയ്തിട്ടില്ല. പുള്ളി അവിടെ എത്തിയ CCTV വിഷ്വൽസ് പുറത്തു വന്നു, മനസ്സിലായില്ലേ? അതിൽ അവിടെ ആരും പറഞ്ഞ ടൈമിലല്ല, അത്രയും നേരത്തെ ഒന്നും പുള്ളി അവിടെ ഇല്ല. പുള്ളി 3 മണിക്ക് വന്നു, 3:15. ഒന്നുകിൽ പുറത്തുനിന്ന് ആ ഓഫീസിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കില്ല ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം ഡിസൈഡ് ചെയ്തേക്കാമെന്ന്. ചിലപ്പോൾ പുറത്തുനിന്നേ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് വീട്ടിലേക്ക് ആ ഒരു ഓഫീസ് സ്പേസിലേക്ക് വന്നതായിരിക്കാം അദ്ദേഹം. അങ്ങനെ വേറെ എന്തെങ്കിലും പ്രശ്നമാണ് എന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഫാമിലി ബേസ് ചെയ്ത് നമ്മൾ അറിയുന്ന സോഷ്യൽ മീഡിയ വഴി അറിയുന്നതൊക്കെ വെച്ചിട്ട് അദ്ദേഹം നല്ലൊരു ഫാമിലി ലൈഫാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഉള്ള വൈഫ് ഉണ്ടല്ലോ, അവർ സെക്കൻഡ് വൈഫാണ്. അതിനു മുമ്പ് അദ്ദേഹം ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരു നമ്പൂതിരിയുടെ ഭാര്യയായിരുന്നു. ആ നമ്പൂതിരിയും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവനും ഒക്കെ ഇല്ലാതാക്കിയത്. പിന്നെ ആ ഒരു വ്യക്തിയുടെ വൈഫിനെ കല്യാണം കഴിച്ചു. അവരുടെ കുറേ സ്വത്തുക്കൾ ഡോക്ടർ റോയ് കൈക്കലാക്കി എന്ന് പറയുന്നു. അതിൽ നിന്നാണ് എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കഥകൾ, കുറച്ച് കഥകൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അതുകൂടാതെ എൻ്റെ കുറച്ച് നിഗമനങ്ങൾ ഈ ഒരു വിഷയത്തിൽ അതും പറഞ്ഞു തരാം. ഫസ്റ്റ് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നത് ഞാൻ കേട്ടു. എത്രത്തോളം സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കഥകൾ ഒരുപാടാണ് ഇപ്പോൾ വരുന്നത്. ഇതൊന്ന് കണ്ടു നോക്കിയോ നിങ്ങൾ. റോയ് 2 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഇരിക്കുന്ന ഭാര്യ 2ാമത് വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. ഇനി ആദ്യ വിവാഹം നിയമപരമായി ആയിരുന്നു എന്നുള്ള കാര്യം അറിയില്ല. നമ്പൂതിരി എന്ന് പറയുന്ന ഒരാൾ, നമ്പൂതിരിയുടെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ എന്നാണ് കേൾക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ റോയിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ കമ്പനിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയതാണ് ഈ ബാംഗ്ലൂര് കാണുന്ന സ്ഥലവും റോയിയുടെ ഈ സമ്പാദ്യവും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ആദ്യ ഭാര്യയുടെ ശാപം റോയിക്ക് ഫലിച്ചതാണ്. കാരണം ഈ ആദ്യ ഭാര്യയുടെ ഭർത്താവ് എന്ന് പറയുന്നയാളും ഇതുപോലെ തന്നെയാണ് മരിച്ചിരിക്കുന്നത്. കർമ്മഫലമാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും 2ാം ഭാര്യയെ കുറിച്ച് മാത്രമാണ് ഇയാൾ 2ാമത്തെ ഭാര്യ ആണെങ്കിൽ, അല്ലെങ്കിൽ നിയമപരമായി കല്യാണം കഴിച്ച ആദ്യ ഭാര്യയാണെങ്കിൽ, ഇപ്പോഴത്തെ ഭാര്യ ലിന റോയ്, അവര് നിയമപരമായി കല്യാണം കഴിച്ച ചിലപ്പോൾ ആദ്യ ഭാര്യയായിരിക്കും. ഈ ആദ്യ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീയെ നിയമപരമായി കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല, കാരണം അവർ മറ്റൊരാളുടെ ഭാര്യയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷം ഇദ്ദേഹം ഈ ഭാര്യയുമായിട്ടാണ്, ഈ ഭാര്യയുടെ ലളിതമായ ജീവിതത്തെക്കുറിച്ചും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് 2 മാസം മുമ്പ് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നും പറയാതിരിക്കൂ, അല്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ സ്വത്തുക്കളൊന്നും വേണ്ട, ഞാൻ എല്ലാം ഇവിടെ ഇട്ടിട്ട് എന്റെ മക്കളെയും കൊണ്ട് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും, എനിക്ക് ആർഭാടമോ ഇതൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഇനി അവരിതുപോലെ ഈ സ്വത്തുക്കൾ മുഴുവൻ അനാഥാലയത്തിനോ അല്ലെങ്കിൽ ചാരിറ്റിക്കോ കൊടുക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നത്. ഇവിടെ കഥകൾ പലതാണ്. ഞാൻ കേട്ട വേറൊരു വേർഷൻ ഉണ്ട്. അത് വേറൊന്നുമല്ല, ഈ ആദ്യ ഭാര്യ നമ്പൂതിരിയുടെ ഭാര്യ ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഒരു കലാപരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്പൂതിരിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഡോക്ടർ റോയ് CJ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ സ്വത്തുക്കൾ മൊത്തം ഇവരെ കല്യാണം കഴിക്കുന്നതിലൂടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നതിനകത്തൂടെ ആ സ്വത്തുക്കൾ മൊത്തം ഡോക്ടർ റോയ് CJ ഇങ്ങനെ വലിച്ചെടുത്തു. എന്നിട്ട് ആ സ്വത്തുക്കൾ ഏകദേശം ഒരു 600 സംതിങ് കോടി രൂപയുടെ അടുത്ത് പുള്ളിക്ക് അതിനകത്തൊന്ന് കിട്ടി. അത്രയും ഹ്യൂജ് ആയിരുന്നു. ഒരുപാട് കടം കയറിയിട്ടുണ്ടായിരുന്നു ഈ നമ്പൂതിരിക്ക്. എന്നാലും ഒരു 600 കോടി സ്വത്തോളം അവരെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചതിനകത്തൂടെ ഡോക്ടർ റോയ് CJക്ക് കിട്ടി. അവിടുന്ന് ആ കിട്ടിയ എമൗണ്ടിൽ നിന്നാണ് പിന്നെ പുള്ളി പല ബിസിനസ്സിലേക്കും കുറേ സ്ഥലങ്ങളും ഒക്കെ മേടിച്ച് അവിടെ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ കാശ് ഉണ്ടാക്കിയത് എന്നുള്ളൊരു കഥ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ടേ. സത്യം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കർമ്മബലം, പുള്ളിയുടെ ആദ്യത്തെ ഭാര്യയുടെ പ്രാക്ക്, ഇതൊക്കെ ഞാൻ ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് അതിനകത്തോട്ടൊന്നും എടുത്ത് പുഷ് ചെയ്യുന്നില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും ഈ പറയുന്നതിനകത്തും. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇനി അത് വേറെ ഏതെങ്കിലും തലത്തിൽ
കുറച്ച് കാലങ്ങളായിട്ട് ഇനി ഇദ്ദേഹത്തെ അലട്ടുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം കേട്ടല്ലോ, 2 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വൈഫിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴത്തെ വൈഫിനോട്, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും, അങ്ങനെ ഇങ്ങനെയുള്ള കഥകളൊക്കെ, എനിക്കൊന്നും വേണ്ട, സ്വത്തുക്കളൊന്നും വേണ്ട, ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോകും എന്നൊക്കെ ഭാര്യയും പറഞ്ഞതായിട്ടാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ ചിലപ്പോൾ ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. അത് പുള്ളി ജസ്റ്റ് ആ ഒരു സമയത്ത് ചോദിച്ചു, പക്ഷെ അത് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സംഭവിച്ചു. എല്ലാം കണക്ട് ചെയ്യാം. ഒന്നെങ്കിൽ അതിനെ വെറുതെ നമുക്ക് തള്ളിവിടാം, ഇല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലും നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നോ മനസ്സിൽ, വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ, നമ്മൾ അറിയാത്ത ഫാമിലി പ്രോബ്ലംസ് ലൈക്ക് അഭിഹിതങ്ങൾ. ഇന്ന് പല കഥകളാണല്ലോടി, പലതും സംഭവിക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ സ്വന്തം ജീവനില്ലാതാക്കാനും മാത്രമായിട്ടുള്ള ഒരു മണ്ടബുദ്ധി പരിപാടി ഡോക്ടർ റോയ് ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്, ഇപ്പോൾ ഈ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കേട്ടതിന് ശേഷം, ഒരാൾക്ക് വേണമെങ്കിൽ ഇല്ലാതെയാക്കാം ഡോക്ടർ റോയിയെ. പ്രത്യേകിച്ച് ആ കമ്പനിയിലെ ജോലിക്കാർ, ആ സ്ഥാപനത്തിലെ ജോലിക്കാർ ഒരുപാട് മണിക്കൂറുകളോളം ഡോക്ടർ റോയിയെ എന്തോ അവർ ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറുതെ കള്ളത്തരമാണെന്ന് ഈസി ആയിട്ട് CCTVയിൽ നിന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും സംശയങ്ങൾ തോന്നും, ഇല്ലേ? നമുക്ക് ബാക്കി അടുത്ത ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ കാണാം. ഈ 3 എന്ന് പറയുന്ന സംഖ്യയാണ് റോയിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഖ്യ എന്നാണ് പറയുന്നത്. അതായത് ഇയാളുടെ എല്ലാ 3ലാണ്, ഇയാളുടെ അച്ഛൻ, മകൻ, ഇയാളുടെ നാളൊക്കെ ഈ തൃക്കേട്ടയാണ്. അത് 3 എന്ന് പറയുമ്പോൾ 3 എന്നാണ് ഇയാൾ സങ്കല്പിക്കുന്നത്. ഇയാളുടെ കേരളത്തിലെ വണ്ടികളുടെ നമ്പർ എല്ലാം 3 എന്നാണ്. അങ്ങനെ എല്ലാം 3 ഇയാൾ ഈ റോയ് തന്നെ അത് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. 3 തന്റെ ലക്കി നമ്പർ. ഈ മരിച്ചതും 3/15 ജനുവരി 30, 3 മരുന്ന സമയം 3. കോയിൻസിഡൻസ് ആയിക്കൂടെ? നിങ്ങൾ ഈ പറയുന്നത് വെച്ചിട്ട് അങ്ങ് പുള്ളി എന്താ സമയം നോക്കിയിരുന്നിട്ടാണോ പുള്ളി മറ്റേ വെച്ചതെന്നാണോ ഈ പറയുന്നത്? എനിക്ക് അതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. സീരിയസ്ലി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 3 പുള്ളിയുടെ ഫേവററ്റ് നമ്പർ ആയതുകൊണ്ട് പുള്ളി കറക്റ്റ് 3/15 അങ്ങ് വിവരക്കേട് പറയല്ലേ? പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും, പക്ഷെ ഇതിനോടൊക്കെ എങ്ങനെ യോജിക്കാൻ പറ്റും? എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പുള്ളിയെ വേറെ ആരെങ്കിലും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തീർത്തതാണെങ്കിലോ? അപ്പോൾ അവരും അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ റോയ് CJയുടെ ഏറ്റവും ഫേവററ്റ് നമ്പർ 3. സോ അതുകൊണ്ട് ആ ഒരു സമയത്ത് പുള്ളിയെ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം പുള്ളി തന്നെ പുള്ളിയുടെ ഫേവററ്റ് സമയത്ത് പുള്ളി സ്വയം തീർത്തതാണെന്നൊക്കെ നാളെ ആൾക്കാർ പറഞ്ഞു വരുത്തിക്കോളും. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഉദ്ദേശിക്കുന്നതെന്നേ. നമുക്ക് ബാക്കി കേൾക്കാം. അതിലും 3. അപ്പൊ മൊത്തത്തിൽ ഒരു 3ലുള്ള കളിയാണ് ഇദ്ദേഹം കടന്ന് കളിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോ 10 കിലോമീറ്റർ അകലെയുള്ള നാരായണ ഹോസ്പിറ്റലിലേക്കാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോയത്. ഈ ബിൽഡിങ്ങിന്റെ, ഇത് കോൺസുലേറ്റ് ബിൽഡിംഗ് ആണ്. അതായത് ഇദ്ദേഹം ഈ സ്ലോവേനിയയുടെ മറ്റേ കോൺസുലർ എന്തോ ആണ് ഈ പണം കൊടുത്ത് വാങ്ങുന്ന. നമുക്ക് നയതന്ത്രപരമായി വലിയ ഒരു ചെറിയ എന്തോ ഒരു ബന്ധമുള്ളതാണ്. ഈ സ്ലൊവേനിയയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, ആയുധക്കടത്ത്, ഈ കള്ളനോട്ട് വെളുപ്പിക്കൽ, ഇതൊക്കെയാണ്. ഇത് പറഞ്ഞത് നമ്മളാരുമല്ല, അവിടത്തെ ഒരു പ്രധാനപ്പെട്ട ആള് തന്നെയാണ് ഈ ഒരു വിവരം പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ലോറ ക്രൊഡൂട്ട. അദ്ദേഹം യൂറോപ്യൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസറാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ ക്രിമിനൽ പണമൊഴുക്കിന്റെ ഒരു വലിയ കേന്ദ്രമാണ് സ്ലൊവാക്യ എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ യൂറോപ്യൻ യൂണിയൻ സർക്കാരിന്റെ സാമ്പത്തിക അന്വേഷണ ഏജൻസികളാണ് ഇദ്ദേഹത്തെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇഡിക്കും എൻഫോഴ്സ്മെന്റിന് കൈമാറിയിരിക്കുന്നത്. അതായത് ഈ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി എന്തൊക്കെയോ റോയ് കടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ബാക്കി ഞാൻ കേൾപ്പിക്കാം. ഓൾറെഡി ഞാനിത് വേറൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഓണറാണ് നമ്മുടെ ഡോക്ടർ റോയ് ചേട്ടൻ. അതിൻ്റെ ഗുണങ്ങളൊക്കെ പുള്ളി ഉപയോഗിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതായത് കസ്റ്റംസിൻ്റെ ചെക്കിങ് പോലും പുള്ളിക്ക് പല എയർപോർട്ടുകളിലും ഉണ്ടാവില്ല. അതുകൂടാതെ ഏതൊരു ഏജൻസിക്കും, ഇപ്പോൾ ഒരുപാട് ഏജൻസികൾ പുള്ളിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയില്ല. പക്ഷേ എന്തെന്നിരുന്നാലും ഒരു ഏജൻസിക്കും പുള്ളി അങ്ങോട്ട് ഡയറക്റ്റ് വന്ന് അങ്ങോട്ട് പിടിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. മനസ്സിലായില്ലേ? പിടികിട്ടിയോ? പിന്നെ പുള്ളി ഏത് സ്ഥലത്തിൻ്റെ ജനറലാണ് ഞാൻ വിശദീകരിക്കുന്നില്ല. ആയുധക്കടത്ത് പലതും കാണും. മനസ്സിലായില്ലേ? അതുതന്നെയാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. പുള്ളിയുടെ ട്രാൻസാക്ഷൻസ്, പുള്ളിക്ക് വന്ന് പൊക്കോണ്ടിരുന്ന പൈസയുടെ, ഇപ്പം IT ചെന്നപ്പോഴത്തേക്ക് ചോദിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ചില ചോദ്യങ്ങൾക്ക് പുള്ളിക്ക് മറുപടി ഇല്ലാതായിപ്പോയെന്ന്. ഈ ചോദിച്ച ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത ഫണ്ട് എവിടുന്ന് വന്നു, ഇതിനൊന്നും പറയാനായിട്ട് പുള്ളിക്ക് ഉത്തരമില്ല. ഉത്തരം മുട്ടിപ്പോയി. പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു. ഇത് എന്തിനു വന്നു എന്നും കൂടെ ചോദിക്കും. ആയുധ കച്ചവടം നടത്തിയതിന് വന്നു അന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. മനസ്സിലായോ? ചിലപ്പോൾ അതൊക്കെ ഇനിയും നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്തു വരും എന്നുള്ളൊരു പേടി കാരണം പുറത്തു വരാതിരിക്കാൻ വേണ്ടി ചിലപ്പം സ്വയം
കുടുംബത്തിനെയും ഒരു മോളുണ്ട് മോനുണ്ട് അവർക്കിനിയും കൂടുതൽ നാണക്കേട് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇനി സ്വയം അങ്ങനെയും ചിന്തിക്കാം. പക്ഷെ അപ്പോഴും വേറൊരു കാര്യം കിടക്കുന്ന ആശാനെ എന്താണെന്നറിയാമോ? ഈ വ്യക്തിയെ അദ്ദേഹം ഈ ഒരു സ്വയം ജീവനൊടുക്കുകയും പരിപാടി ചെയ്തതിന് ശേഷം അടുത്തുള്ള ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാതെ അപ്പുറത്തുള്ള അങ്ങുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ പോകുന്ന റൂട്ടിൽ തന്നെ വേറെ ഹോസ്പിറ്റലുണ്ട്, പക്ഷെ അവിടെ ഒന്നും കയറ്റിയില്ല. എന്തുകൊണ്ട്? പ്രത്യേകിച്ച് ഒരാൾ ഹി ഷോട്ട്. സോ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക, അതേ നോക്കുകയുള്ളൂ. അവിടുന്ന് ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും, അതേ എല്ലാവരും ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ദൂരമുള്ള ഹോസ്പിറ്റലിലേക്ക്? അവിടെയൊക്കെയാണ് സംശയം. അവിടെയൊക്കെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് സംശയം പോകുന്നത്. ഇനി ആ ഓഫീസിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ജീവനക്കാരൻ ഞാൻ പറയുന്നില്ല, ചിലപ്പം ഏതെങ്കിലുമൊക്കെ ഒരു കൂട്ടം ജീവനക്കാരുടെ ഒരു പരിപാടി, ഒരു മായാജാലമാണോ ഡോക്ടർ റോയിയുടെ ജീവൻ അങ്ങ് പറഞ്ഞു വിട്ടത്? സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ബാക്കി കുറച്ചും കൂടെ കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ സാർ, ഈ അന്താരാഷ്ട്ര ക്രിമിനലുകളുടെ ഈ ബിനാമികളായി പ്രവർത്തിക്കുന്നവർ പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾ മരിക്കുക, പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മരിക്കുക. അവരങ്ങനെ ഒരു രീതിയിലാണ് ഇവരെ, അതായത് പിടികൊടുക്കരുത്, ആ സമയത്ത് നിങ്ങൾ മരിക്കുക. പണ്ട് സൈനൈഡ് ആയിരുന്നു. പിന്നെ ഈ റോയിയുടെ ഈ തുളച്ചു കയറണമെങ്കിൽ ഇങ്ങനെ വെടിവെക്കുമ്പോൾ തുളച്ചു കയറുമോ എന്നൊക്കെ ഉള്ളത് ഒരു വലിയ ചോദ്യമാണ്. മൊമെന്റം കൂടുന്നത്. അപ്പൊ അതൊക്കെ ഒരു വലിയ ചോദ്യം. മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ 10 കിലോമീറ്റർ അകലെയുള്ള നാരായണ ഹോസ്പിറ്റൽ എന്തിനാണ് കൊണ്ടുപോയത്? അതായത് തൊട്ടടുത്ത് വൈദേഹി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, ഇതിന്റെ തൊട്ടടുത്ത്, അവിടെ കൊണ്ടുപോയിട്ടില്ല. വിക്രം ഫോർട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, വൈദേഹി വിക്രം എന്നല്ല, വേറൊരു മെയിൻ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, എന്റെ പേര് മറന്നുപോയി. ഈ ഓൺ ദ വേ ടു നാരായണ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് തന്നെ വേറൊരു ഹോസ്പിറ്റൽ ഉണ്ട്, വളരെ ഫേമസ്, സെന്റ് ജോസ് അല്ല, ഞാൻ എന്റെ പേര് മറന്നുപോയി. വേറൊരു വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട്, അങ്ങോട്ടേക്ക് ഒന്നും കൊണ്ടുപോകാതെ അവിടെ വരെ. അത് സംശയം തോന്നിക്കില്ലേ എല്ലാവർക്കും? പിന്നെ വേറൊരു കാര്യം പറയുന്നത് നിങ്ങൾ കേട്ടോ, ഇത്രയും അടുത്ത് വെച്ച് മൊമെന്റം ദൂരത്തുനിന്ന് വെടിവെക്കുമ്പോഴാണ് അങ്ങ് പോകുന്നത്. ഇങ്ങനെ ഇത്രയും അടുത്ത് വെക്കുമ്പോൾ സംഭവിക്കില്ല. ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ പോലീസുകാർ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. പക്ഷെ കണ്ടെത്തുമോ? അതാണ് എൻ്റെ ചോദ്യം. കണ്ടെത്തുമോ? ഇതിനൊരു എൻഡ് കൊണ്ടുവരുമോ? എന്താണ് ഡോക്ടർ റോയ് CJ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ആയിരുന്നെങ്കിൽ പറയാമായിരുന്നു, അത് ക്ലീൻ സ്വയം ജീവൻ. ഇത് സ്ഥലം മാറി, എന്നിട്ടും പറയുന്നത് പുള്ളി റൂമിൽ കയറി ലോക്ക് ചെയ്ത് സ്വയം. ആ ഓഫീസിലേക്ക് എത്തി 15-ാം മിനിറ്റിലാണ് പുള്ളി അത് ചെയ്തത്. 15 മിനിറ്റ് കൊണ്ട് മനുഷ്യന്റെ സമനില തെറ്റാൻ വളരെ കുറച്ച് സെക്കൻഡ്സ് പോലും മതി. നമുക്ക് ഏതൊരു തീരുമാനം എടുക്കാൻ, നമ്മുടെ തീരുമാനങ്ങൾ മാറാമൊക്കെ വളരെ സെക്കൻഡ്സിൽ നടക്കും. പക്ഷെ ഇവിടെ ഒന്നുകിൽ ഞാൻ നേരത്തെ ഇടയ്ക്ക് പറഞ്ഞ പോലെ പുള്ളി പുറത്തുനിന്ന് അത് പ്ലാൻ ചെയ്ത് വന്ന് വേറെ എന്തോ പ്രശ്നത്തിന്റെ അതിവിടെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതും കൂടെ ഈ ഒരു IT-യുടെ പരിപാടിയും കൂടെ കണ്ടപ്പോൾ മൊത്തത്തിൽ പണി പാടുമെന്ന് മനസ്സിലായപ്പം സ്വയം. പക്ഷെ വീണ്ടും സംശയം, സ്വയം ചെയ്താൽ ഇവിടെ എങ്ങനെ കാണാമോ നിങ്ങൾക്ക്? ഇവിടെ ഞാൻ കുറച്ച് കൈ എങ്ങനെ, വീഡിയോ ഇത്രയല്ലേ കാണത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം എങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചെയ്യുമോ ഇങ്ങനെയൊക്കെ കൈയെടുത്ത് ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ കൈയെടുത്ത്? ഇറ്റ്സ് ടു കോംപ്ലിക്കേറ്റ്. അങ്ങനെ ചെയ്യില്ല. എൻ്റെ ഒരു അനുമാനമാണ്. നമുക്ക് ബാക്കി കുറച്ചും കൂടി ഒന്ന് കേൾക്കാം. ഈ 2 ഹോസ്പിറ്റലും പോകാതെ നാരായണ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പോ ഒന്നുകിൽ കൂടെയുള്ളവർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൊലപാതകം. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നാരായണ ഹൃദയാലയം, ഹാർട്ടിന്റെ ചികിത്സയ്ക്ക് പ്രധാനമായിട്ടുള്ള ഒരു. അതുകൊണ്ട് ഈ വൈദേഹി സൂപ്പർ സ്പെഷ്യാലിറ്റിയും വളരെ ഇതുള്ള, അതായത് ഇവിടെ നിന്ന് മരണപ്പെട്ടില്ല എങ്കിൽ റോയി ആശുപത്രിയിൽ എത്തിച്ചാലും ജീവിച്ചിരിക്കരുത് എന്ന് ആരൊക്കെയോ ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്നത് റോയി എന്ന് പറയുന്നത്, ഈ CJ റോയി എന്ന് പറയുന്ന ആൾ, എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറിയില്ല. ഞാൻ നേരിട്ട് ഒരു തവണ എങ്ങാണ്ടേ കണ്ടിട്ടുള്ളൂ. അത് ഈ ജേർണലിസം പഠിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഒരു തവണ അദ്ദേഹത്തിന്റെ തിയേറ്റർ തിരുവനന്തപുരത്തുണ്ട്, ഏരീസ് പ്ലസ്. അവിടെ പോയപ്പോഴേ, ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് കണ്ടത്. ഇയാളുടെ ഈ ആഡംബരം എന്ന് പറയുന്നത് ഈ ബിസിനസ്സുകാരുടെ മുന്നിൽ മറയ്ക്കാനുള്ള, അല്ലെങ്കിൽ ബിസിനസ്സുകാരെ കണ്ണു മഞ്ഞളിപ്പിക്കാനുള്ള ഉദ്ദേശം മാത്രമായിരുന്നു ഈ കാർ ആഡംബരം. ബേസിക്കലി ഇയാൾ ഒരു വലിയ കടക്കെണിയിലായിരുന്നു എന്നാണ് പറയുന്നത്. കടക്കെണിയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പുള്ളിയുടെ
പിന്നെ വേറൊരു കാര്യമുണ്ട്, പുള്ളിയുടെ കുടുംബം പറയുന്ന എല്ലാം അങ്ങോട്ട് വെള്ളം തൊടാതെ നമുക്ക് വിഴുങ്ങാൻ പറ്റില്ല. ഇന്ന് കുടുംബം പറയുന്നത് കേട്ടു, അദ്ദേഹത്തിന് യാതൊരു കടങ്ങളോ പരിപാടികളോ ഒന്നുമില്ല. അദ്ദേഹത്തിനെ അറിയാവുന്ന വേറെ ബിസിനസ്സുകാർ പറയുന്നുണ്ട് കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കടങ്ങളും കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവത്തില്ല. പക്ഷേ അവിടെ വേറൊരു കാര്യമുള്ളത്, പുള്ളിക്ക് വന്ന കുറേ പണം, പുള്ളിയുടെ അക്കൗണ്ട് വഴി നടന്ന ട്രാൻസാക്ഷൻസ് സോഴ്സ് കാണിക്കാൻ പറ്റുന്നില്ല. പിടികിട്ടിയോ? പൈസയൊക്കെ കാണും. ഈ അടുത്ത് മറ്റേ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിനകത്ത് ഫസ്റ്റ് ആയ ആൾക്ക് കാശ് കൊടുക്കുന്നു, സെക്കൻഡ് ആയ ആൾക്ക് പിന്നെ പുറത്തിറങ്ങിയിട്ട് 10 ലക്ഷം കൊടുക്കുന്നു. കാശില്ലാതെ മാർക്കറ്റിംഗ് പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുമെന്ന്. പുള്ളിക്ക് പൈസ വരുന്നുണ്ട്. ഒന്നെങ്കിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ബിൽഡിംഗ്, ആ ഒരു ബിൽഡേഴ്സ്, ആ ഒരു വൻ പരിപാടി ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് വരുന്ന പൈസ. ചിലപ്പോൾ അതല്ലാതെ വേറെ പല പരിപാടികൾ, മനസ്സിലായല്ലോ, വേറെ പല പരിപാടികൾ പുള്ളിയുടെ പേരിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ പുള്ളി ഒരു മിഡിൽ മാൻ ആയിട്ട് നിന്ന് കറങ്ങുന്നുണ്ട് പുള്ളിയുടെ ചുറ്റും. അതിൻ്റെ ഒരു പങ്ക് പുള്ളിക്ക് വരും. അതിൻ്റെ സോഴ്സ് എങ്ങനെ കാണിക്കും? അതിൻ്റെ പേരിൽ പുള്ളി നട്ടം തിരിഞ്ഞു കാണും. പിന്നെ ഞാൻ നേരത്തെ തുടക്കം തൊട്ടേ പറയുന്നതാണ്, ഇത് പുള്ളി സ്വന്തമായിട്ട് ചെയ്തതല്ല എങ്കിൽ ഉറപ്പായിട്ടും ഒരു 75 അല്ലെങ്കിൽ ഒരു 50% അങ്ങനെ നമുക്കിപ്പോൾ ഇത് കാണാൻ പറ്റുള്ളൂ. 50% പുള്ളി സ്വയം ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം പണി വരും, നാറും എന്ന് തോന്നിയപ്പോൾ ചെയ്തു. ഇല്ലെങ്കിൽ ഒരു 50%, ഇല്ലെങ്കിൽ 60% നമുക്ക് അവിടെ വെക്കാം. ഏതാണെന്നറിയോ? ആരൊക്കെയോ ഇല്ലെങ്കിൽ ആരോ ഒരാൾ ആ ഓഫീസിലുള്ള ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ഒന്നിന് മേലുള്ള ജീവനക്കാർ ഒന്നിച്ച് പുള്ളിയെ ക്ലോസ് അപ്പ് ചെയ്തു. എന്നിട്ട് മാക്സിമം ഹോസ്പിറ്റലിൽ എത്തിയാലും രക്ഷപ്പെടില്ല. അതുകൊണ്ട് അടുത്തെങ്ങും ഉള്ളിടത്തെങ്ങും കയറ്റാതെ അങ്ങ് കൊണ്ടുപോയി ഉഗാണ്ടയ്ക്ക്. അങ്ങനെ നമുക്ക് ഒന്ന് വിലയിരുത്തി നോക്കാം, ഇല്ലേ? അടുത്ത ഒരു ചെറിയ ക്ലിപ്പും കൂടെ, ഇതും കൂടെ മതി, ഇതൊന്ന് കണ്ടോ. അതായത് ഈ ഞാൻ ഭയങ്കര ലക്ഷറി ആണ്, ഇവിടെ നിങ്ങൾ ഫണ്ട് ഇറക്കിയാൽ അത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് കാണിക്കാനുള്ള ഇയാളുടെ ഒരു തത്രപ്പാടായിരുന്നു ഈ കാറും ഈ ഫ്ലൈറ്റുകൾ വാങ്ങലും ഒക്കെ എന്നാണ് പറയുന്നത്. മാത്രമല്ല കൗശലമില്ലാതെ ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആളുകൾ പോയിട്ട് ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുവച്ചാലും ഇതൊക്കെ സാധാരണക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല കർണാടകയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ചില ആളുകൾ അവരുടെ കള്ളപ്പണം വെളുപ്പിക്കാനായി ഇയാളുടെ ബിൽഡിംഗിൽ ഫണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള ചില ആരോപണങ്ങൾ വരുന്നത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. പിടിക്കപ്പെട്ടാൽ പല രാഷ്ട്രീയ നേതാക്കളും കുടുങ്ങും. കാരണം കള്ളപ്പണമാണ്, ഈ പണം എവിടെ നിന്ന് വന്നു എന്നൊക്കെ ഉള്ളത് രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ നിർത്തും എന്നുള്ളതിന്റെ പേരിൽ തീർത്തതാണെന്ന് പറയുന്നു. മറ്റ് ചില ഈ ഊഹാഭോഗങ്ങൾ വരുന്നത് ചില ഡി കമ്പനികളുമായുള്ള ബന്ധങ്ങൾ. ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു എയർലൈൻസ്, സ്വകാര്യ എയർലൈൻസ് ഉണ്ട്. അതിന്റെ MD 1995 മുംബൈയിൽ വെച്ച് അദ്ദേഹം വെടിവെച്ചാണ് മരിക്കുന്നത്. ഇതുപോലുള്ള ഒരു മരണമാണ്. ആ മരണത്തെക്കുറിച്ച് മുംബൈ പോലീസ് അന്വേഷിച്ചപ്പോൾ ഡി കമ്പനിയുടെ ഫണ്ടാണ് ഈ എയർലൈൻസിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. അത് പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ അയാളെ ഡി കമ്പനി ദാവൂദ് ഇബ്രാഹിമിന്റെ ആളുകൾ വെടിവെച്ച് കൊന്നതാണ്, അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്നുണ്ടപ്പോൾ അയാൾ സ്വയം വെടിവെച്ചു, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിനെ തീർക്കുമെന്നുള്ള കാര്യം വന്നപ്പോൾ അയാൾ സ്വയം വെടിവെച്ചു എന്നാണ് പറയുന്നത്. ഇവിടെയും അത്തരത്തിലുള്ള നീക്കങ്ങൾ റോയിയിൽ ഉണ്ടായോ എന്നുള്ളതാണ്. അതായത് കുടുംബത്തെ തുടർന്നായപ്പോൾ സ്വയം തീർന്നതാണോ എന്നതാണ് ചോദ്യം. ഒരു ജേർണലിസ്റ്റ് ആണെന്ന് തോന്നുന്നു ആ ചേച്ചി ഇരുന്ന് സംസാരിക്കുന്ന വ്യക്തി. ജനങ്ങൾ മണ്ടന്മാരൊന്നുമല്ല. ജനങ്ങൾക്ക് നിങ്ങളത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനകത്ത് കർണാടകയിലെ ചില രാഷ്ട്രീയക്കാർ പുള്ളിയുടെ അതിനകത്ത് പൈസ ഇട്ട് അങ്ങനൊന്നും അല്ല. കർണാടകത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? പുള്ളി ഒരു ബിസിനസ്സുകാരനാണ്. പുള്ളിയെ പോലെ ഒരുപാട് ബിസിനസ്സുകാരുണ്ട് ഈ ഇന്ത്യയിൽ തന്നെ. എല്ലാവരും ഒന്നും സ്ട്രെയിറ്റ് ഒന്നും ആയിരിക്കത്തില്ല. അവർ ചെയ്യുന്നതെല്ലാം ഒന്നും സ്ട്രെയിറ്റ് പരിപാടികളായിരിക്കത്തില്ലടേ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉടായ്പകൾ കാണും. മനസ്സിലായോ? അതെല്ലാവർക്കും അറിയാവുന്ന ഒരു നഗ്നമായ സത്യം തന്നെയാണ്. പുള്ളിക്കും കാണും. പക്ഷേ ഇൻകം ടാക്സിൻ്റെ ചെറിയ വെട്ടീരോ തട്ടീരോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളപ്പണം വെളുപ്പീരോ ഒക്കെ കാണും. പക്ഷെ ഇവിടെ അതിൻ്റെ പേരിൽ ഡോക്ടർ റോയ് CJ എന്ന് പറയുന്ന വ്യക്തി സ്വയം ജീവൻ എടുക്കൂല. ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സംതിങ് വേറെ എന്തൊക്കെയോ ചെറിയത് ഈ സാധനത്തിൻ്റെയൊക്കെ എന്തെങ്കിലും കച്ചവടമോ അല്ലെങ്കിൽ അത് വേറെ മുട്ടിച്ചു കൊടുത്തതിൻ്റെ പുറത്തുള്ള എന്തെങ്കിലും പൈസകളൊക്കെ വരികയോ, ഒന്നെങ്കിൽ അത് പുള്ളി സ്വയം തീർന്നതാണെങ്കിൽ അതിൻ്റെയൊക്കെ അങ്ങനെ കുറേ ഫണ്ട് വന്നിട്ടുണ്ട്, പുറത്ത് വരുമ്പം നാണം കെടും, വേണ്ട എന്ന് തീരുമാനിച്ച് പുള്ളി ചെയ്തത്. ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ, കൂടെ നിന്നവർ നല്ല വൃത്തിക്ക് അങ്ങ് പുള്ളിയെ പണിഞ്ഞു. അതിനാണ് സാധ്യത ഇപ്പോൾ കൂടുതൽ, ചാൻസസ് കൂടുതൽ അതിനാണ് തോന്നുന്നു. ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള ഈ കുഴഞ്ഞുള്ള കിടപ്പ് കണ്ടിട്ട് പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിൻ്റെ രീതി, മാക്സിമം വൈകിച്ചതിൻ്റെ രീതി, പിന്നെ ഒരിക്കലും ആ ഒരു അത് ഇത്ര അടുത്ത് വെച്ചാൽ അങ്ങ് പോകത്തില്ല, കുറച്ച് ഗ്യാപ്പ് വേണം. പിടികിട്ടിയോ? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ചിലപ്പോൾ പുള്ളിയുടെ പഴയകാല ജീവിതം അറിയാവുന്ന ആ ഓഫീസിനകത്തുള്ള ആരെങ്കിലും അങ്ങനെ ആകാം.
ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.